പ്രിയപ്പെട്ടവരെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. ആരാ അയ്യൂബ് നബി? അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് മലക്കുകൾ പോലും പടച്ചവരെ പുകഴ്ത്തുമായിരുന്നു. അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ശൈത്താന് പോലും അസൂയ തോന്നുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താന് അസൂയ തോന്നണമെങ്കിൽ അത് എങ്ങനെയുള്ള ജീവിതമായിരിക്കും? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ പോലും അസൂയ തോന്നുകയാ. അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, അയ്യൂബിന് നീ അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അയ്യൂബ് നിന്നെ ഓർക്കുന്നത്. ഒരു പരീക്ഷണം കൊടുത്താ നിന്നെ മറക്കും പടച്ചവര്. അല്ലാഹു പറഞ്ഞു, ഒരിക്കലും എന്റെ അയ്യൂബ് എന്നെ മറക്കൂല. ഇല്ല പടച്ചവര്, പരീക്ഷണം കൊടുത്താ മറക്കും പടച്ചവര്. എന്റെ പ്രിയമുള്ളവര്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. 80 വർഷക്കാലം രാജാവിനെ പോലെ പടച്ചവരെ കൊട്ടാരങ്ങൾക്ക് നടുവില് ഭാര്യമക്കളുടെ കൂടെ ഒരിക്കൽ പോലും പട്ടിണി എന്തെന്നറിയാതെ കഴിഞ്ഞ പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. 81 കൊല്ലം സുഖിച്ച് ജീവിച്ചു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാവുകയാ. തന്റെ വീടിടിഞ്ഞ് വീഴുകയാണ്. പല ഭാര്യയും മക്കളും മരിച്ചു. പടച്ചവനെ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരന് ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊന്നും തന്റെ കയ്യിലില്ല. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോ ശൈത്താൻ ചോദിച്ചു, അയ്യൂബേ, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാം തന്നു. ആ അല്ലാഹു തന്നെ തിരിച്ചെടുത്തു. പടച്ചവനെ, ശൈത്താൻ അവിടെ പരാജയപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹു അയ്യൂബ് നബിക്ക് പിന്നെയും ഒരു പരീക്ഷണം കൊടുത്തു. ഒരു മാരക രോഗമാണ് കൊടുത്തത്. ഒരാൾക്കും ഇന്ന് വരെ കൊടുക്കാത്ത രോഗം. പടച്ചവരെ, ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്. ശരീരം ഇങ്ങനെ പഴുത്തു പൊങ്ങുകയാണ്. പൊട്ടി ഒലിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. നാട്ടുകാരും കുടുംബക്കാരും മുഴുവനും ദുർഗന്ധം സഹിക്കാതെ ഓടുകയാണ്. ഒരു മനുഷ്യനും അടുത്ത് വരുന്നില്ല. രോഗം പടരുമെന്ന് പേടിച്ച് എല്ലാവരും മാറുകയാണ്. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാം 81 വർഷക്കാലം അല്ലാഹുവേ സന്തോഷത്തോടെ സുഖിച്ച് ജീവിച്ചിരുന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും അടിച്ചിറക്കുകയാ. അയ്യൂബ് നബി നടന്നു പോകുമ്പോ കൂടെ ഒരേ ഒരു ഭാര്യ നടന്നു. കൂടെ ഒരേ ഒരു ഭാര്യ പോയി. പടച്ചവനെ, എല്ലാം നഷ്ടപ്പെട്ടാലും ഭർത്താവിന്റെ കൂടെ പോവുകയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ഒരു തലവേദന വരുമ്പോ കുറ്റം പറയുന്ന മുസ്ലിമേ, ഒരു പനി വരുമ്പോ, ഒരു എന്തെങ്കിലും ഒരു വേദന വരുമ്പോ പടച്ചറപ്പിനോട് പരാതി പറയുന്ന മുസ്ലിമേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു പരീക്ഷണം കൊടുത്തു. അവിടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാണ്. എല്ലുവെളിയിൽ കാണുകയാണ്. അയ്യൂബ് നബി ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ ഭാര്യ വന്നിട്ട് പറയുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താ, ഈ രോഗമൊന്നു മാറ്റി തരണേ എന്ന് ദുആ ചെയ്താ അല്ലാഹു മാറ്റി തരുമല്ലോ. നിങ്ങൾ എന്തേ ഒരു ദുആ ചെയ്യാത്തത്? അയ്യൂബ് നബി പറഞ്ഞ മറുപടി, പെണ്ണേ, 81 വർഷം അല്ലാഹു എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു. എനിക്ക് ആരോഗ്യം തന്നു. എനിക്ക് ഭാര്യ മക്കളെ തന്നു. എനിക്ക് കൊട്ടാരം തന്നു. എനിക്ക് പണം തന്നു. എല്ലാം എനിക്ക് പടച്ചറപ്പ് തന്നു. ഇന്ന് വരെ എന്തിനാണ് റബ്ബേ ഇതെനിക്ക് തന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല. നീ ചോദിക്കാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇന്ന് അല്ലാഹു എനിക്കൊരു പരീക്ഷണം തന്നപ്പോ റബ്ബിനോട് പരാതി പറയാ എന്നെ കൊണ്ട് കഴിയില്ല പെണ്ണ്. നോക്കി മടുത്തെങ്കിലും നിനക്ക് നിന്റെ വഴിയെ പോകാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ഒരു ചെറിയ തലവേദനയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്ന ബാപ്പാ, 18 കൊല്ലമാണ് അയ്യൂബ് നബി ഇങ്ങനെ നടന്നത്. 1 വർഷവും 2 വർഷവുമല്ല. ഈ രോഗവുമായിട്ട് 18 കൊല്ലം നടന്നിട്ട് ഒരിക്കൽ പോലും അല്ലാ ഇതൊന്ന് ശിഫയാക്കി താ അല്ലാ എന്ന് ദുആ ചെയ്തില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ,
അള്ളാഹു തരുന്നത് എന്താകട്ടെ, അത് സന്തോഷമാകട്ടെ, അത് സമാധാനമാകട്ടെ, അത് രോഗമാകട്ടെ, അത് കടമാകട്ടെ, അത് പ്രയാസമുള്ളതാകട്ടെ, പടച്ചവൻ ഇതെല്ലാം തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ, അല്ലാതെ വെറുപ്പുള്ളത് കൊണ്ടല്ല, അള്ളാഹ് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാണ് വാപ്പാ. അല്ലാതെ നീ പറയും പടച്ചവൻ എന്നോടെന്തോ ദേഷ്യമാണ്, അള്ളാഹ് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് പടച്ചവൻ എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്, എനിക്ക് മക്കളെ തരാത്തത്, എനിക്ക് കടം തരുന്നത്, എനിക്ക് വീട് തരാത്തത്, എന്റെ ഭർത്താവിനൊരു ജോലി കിട്ടാത്തത് എല്ലാം പടച്ചവന് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറയുന്ന പെണ്ണ് ഒരിക്കലും പറയല്ലേ മോളെ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി ബലാഗാ, അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കായിരുന്നു. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കൂടിയത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ജീവിതത്തിൽ പ്രയാസവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ സദസ്സിലില്ലോ. അപ്പാ അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാപ്പാ. അല്ലാഹു തന്നത് തൃപ്തിപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരർ നീയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ. അല്ലാഹു അങ്ങനെയുള്ള പണക്കാരനാക്കി തരുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള പണക്കാരനാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ ഏത് പ്രയാസമുണ്ടെങ്കിലും പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും പോകാനുള്ള ഒരു വഴി ഒറ്റ ഹദീസ് ഓർത്താ മതി. ഇല്ലാ യളമൽ ജസാഉ മാ യളമൽ ബലാ ഖാല നബിയുനാ റസൂലുള്ളാഹി ഖാല നബിയുനാ റസൂലുള്ളാഹി. ഒറ്റ വഴി. കച്ചവടം നഷ്ടത്തിലാണ്, പോട്ടെ. പെണ്ണ് കെട്ടി മക്കളില്ലേ, പോട്ടെ. വീടില്ലേ, പോട്ടെ. എല്ലാം വിട്. ഒറ്റ ഹദീസ് എഴുതി വെച്ചാൽ മതി. അള്ളാഹു നിനക്ക് സമാധാനം തരും. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. നേരെ ഇരിക്കുമെങ്കിൽ പറഞ്ഞുതരാം. നേരെ ഇരിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്ക്. സമാധാനം വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈ പൊക്കത്തെ. ബാക്കിയുള്ളവർക്കൊന്നും വേണ്ടായിരിക്കില്ലേ അപ്പൊ നിനക്ക് നിറച്ചുണ്ടായിരിക്കും. അതെടുത്ത് കളയാൻ അള്ളാഹിന് കൂടുതൽ സമയമൊന്നും വേണ്ട. അള്ളാഹു കാക്കുമാറാകട്ടെ. എടുത്ത് കളയാൻ വല്ലതും വേണോ? ഇവിടുത്തെ ബേക്കറി, ഇവിടുത്തെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് വെള്ളിയാഴ്ച ഇരുത്തി പിരിപ്പിക്കാൻ അള്ളാഹിന് കൂടുതൽ സമയം വേണോ? നിന്നെ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തോർത്തും പിരിച്ചിരുത്തിയിട്ട് വല്ലതെന്താ എന്ന് ചോദിപ്പിക്കാൻ അള്ളാഹിന് കൂടുതൽ സമയമൊന്നും വേണ്ട. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹു കാക്കുമാറാകട്ടെ. സമാധാനം വേണോ? ബക്കറ്റ് ഗ്ലാസിന്റെ സമയമായിടാ ഇല്ല. വേണോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ഹദീസ് ഇല്ല യളമൽ ജസാഉ മാ യളമൽ ബലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ട്. ഇല്ലേ മനുഷ്യ? ഉണ്ടോ? ഒരു കേറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ എന്ന് പറ. ഉണ്ടോ? ഉറക്കപ്പുറ ഉണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടോ? അള്ളാഹു നിനക്ക് ദുഃഖം തന്നിരിക്കുന്നത് ഒരു സന്തോഷം തരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു, അതിന്റെ അടയാളമാണ് നിനക്കുള്ള ദുഃഖം തന്നെ. നിന്റെ കച്ചവടം ഇപ്പൊ നഷ്ടത്തിലായത് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, നിനക്ക് നല്ല ലാഭം വരാൻ പോകുന്നു, അതിന്റെ ഒരു അടയാളമാണ് ഈ ദുഃഖമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ആ ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 2 സൂറത്ത് ഓതിയാൽ മതി. എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആനിലെ 2 സൂറത്ത് ഓതിയ അന്ന് ലോകം ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകം ഇടിഞ്ഞു വീണാലും നിനക്ക് സമാധാനം ഉണ്ടാവും. നിന്റെ മനസ്സ് നിനക്ക് ധൈര്യം തരും. അള്ളാഹുവിന്റെ ഖുർആനിലെ 2 ചെറിയ സൂറത്ത് രാവിലെ ഓതിയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? നിനക്ക് വേണമെങ്കിൽ ഓതി. നിനക്ക് സമാധാനം കിട്ടിയിട്ട് എനിക്കൊന്നും കിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓത്. ഏത് സൂറത്ത്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ 1ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക വമദഅനാ അൻക വിസ്റക, ഈ സൂറത്ത് ഓതാ. 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഈ 2 റക്അത്തിലും ഈ 2 സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്ക്. അന്ന് കിടന്നുറങ്ങുന്നത് വരെ അല്ലാഹു നിനക്ക് സമാധാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടാ.
നാളെ രാവിലെ എന്തായാലും ഈ ഞാൻ പറഞ്ഞതല്ലേ, ഇത് ഉള്ളതാണോ ഇല്ല കള്ളമാണോ എന്ന് അറിയാനോ ഒന്ന് ടെസ്റ്റെങ്കിലും ചെയ്ത് നോക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്തിട്ട് നീ രക്ഷപ്പെട്ട എല്ലാ ദിവസവും ചെയ്തു അള്ളാഹു ബർക്കത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു മൂന്നാമതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഉപദേശിച്ചു കൊടുത്ത മൂന്നാമത്തെ കാര്യം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതായി പറഞ്ഞു വഹസിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. നീ നിന്റെ അയൽവാസിയെ സ്നേഹിച്ച നീ യഥാർത്ഥ ഒരു മുഅ്മിനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അബൂ ഹുറൈറ വഅഹ്സിൻ ഇലാ ജാരിക, നീ നിന്റെ അയൽവാസിയോട് നല്ല നിലയിൽ പെരുമാറിയ വതകുൻ മുഅ്മിനാ, നീ യഥാർത്ഥ ഒരു മുഅ്മിനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. അല്ലാഹുവിനെ കൊണ്ട് സത്യം ഒരു മനുഷ്യന് മുഅ്മിനാകൂല. അല്ലാഹുവിനെ കൊണ്ട് സത്യം ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാകില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് മൻഹും യാ റസൂലല്ലാഹ്, ആരാ നബിയേ ആരാ നബിയേ ആരാ നബിയേ സഹാബത്ത് വിടന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ യഅ്മനു ജാറഹു വവായികഹു, തന്റെ അയൽവാസിയെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ അവൻ ഒരിക്കലും വിശ്വാസിയാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വാപ്പാ തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളിയിലെ ഇമാമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പള്ളി കെട്ടിക്കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 24 മണിക്കൂറും കയ്യിൽ ഫർദ തസ്ബീഹും പിടിച്ച് ഹിജാബ് വിട്ട് ശരീരം മറച്ച് നടക്കുന്നവളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അയൽവാസിയെ നീ വേദനിപ്പിക്കും